ഈ 5 ലക്ഷം എന്തിനു വേണ്ടി ധനരാജ് ഫണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു? അതാണ് എൻ്റെ ചോദ്യം. ഈ 2 ലക്ഷം രൂപ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കാണ് പോയത്. ഈ 40 ലക്ഷം FDയുടെ പലിശ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കാണ് പോയത്. പാർട്ടി അക്കൗണ്ടിലേക്ക് മാറ്റിയ സംഖ്യ വ്യക്തിപരമായി പിൻവലിച്ച് പോകാൻ പറ്റുന്ന അക്കൗണ്ടാണ്, അത് പിൻവലിച്ച് പോയിട്ടുണ്ട്. പയ്യന്നൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രക്തസാക്ഷി ഫണ്ട് വിവാദം വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. ഇന്നലെയാണ് പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് വിവാദം പാർട്ടിയിൽ ഉയർത്തിയ വി കുഞ്ഞികൃഷ്ണൻ തെളിവുകൾ സഹിതം ചില ആരോപണങ്ങൾ വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പത്രസമ്മേളനത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുമൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള ആരോപണം, അത് തെളിവുകൾ സഹിതം അദ്ദേഹം വീണ്ടും സമർത്ഥിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകളെന്ന് പറയുന്നത് രക്തസാക്ഷി ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ KP മധു അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഏരിയ കമ്മിറ്റിയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി KK രാഗേഷും ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക്, അതായത് ഈ പുറത്തുവിട്ട തെളിവുകളിൽ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതല്ല, അത് പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കൈകാര്യം ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്, ആ അക്കൗണ്ടിലേക്കാണ് പണം മാറ്റിയിരിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് പാർട്ടി നൽകുന്നത്. അത് ശരിയാണ്. ധനരാജ് ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ പിൻവലിച്ച് സ്ഥിരം നിക്ഷേപമാക്കി മാറ്റി. ആ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് TI മധുസൂദനും KP മധുവും ജോയിൻ്റായിട്ടാണ്. അപ്പം അങ്ങനെ മാറ്റി FD ആക്കിയ സംഖ്യ അത് കാലാവധിക്ക് തിരിച്ച് ധനരാജ് അക്കൗണ്ടിലേക്കാണ് വരേണ്ടത്. ധനരാജ് അക്കൗണ്ടിലേക്ക് എല്ലാ സംഖ്യയും വന്നിട്ടില്ല. ഈ 40 ലക്ഷം രൂപയും ധനരാജ് അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. ധനരാജ് അക്കൗണ്ട് അവിടെ നിലനിൽക്കുമ്പോൾ എന്തിനാണ് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഈ സംഖ്യ മാറ്റിയത്? ഇതാണ് നേതൃത്വം വിശദീകരിക്കേണ്ടത്. ഈ 5 ലക്ഷത്തിൻ്റെ കാര്യം അതല്ല. വീടിന് വേണ്ടി, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 34,4 ലക്ഷം ചെലവഴിച്ചു എന്നുള്ളതാണ് ആദ്യം അവതരിപ്പിച്ച കണക്ക്. ഇപ്പോൾ അതിലവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ 34,4 ലക്ഷം എല്ലാം ചെക്ക് മുഖേനയാണ്. ആ ചെക്ക് പരിശോധിച്ചപ്പോൾ അതിൽ 29,4 ലക്ഷത്തിൻ്റെ ചെക്കും ധനരാജ് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽപ്പെട്ട ഈ 5 ലക്ഷം രൂപ ധനരാജ് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് മാറ്റിയത്. ഏരിയ കമ്മിറ്റി അക്കൗണ്ട് എന്ന് പറയുന്നത് സിംഗിൾ ഓപ്പറേഷനാണ്. ഏരിയ സെക്രട്ടറിക്ക് മാത്രം ഇടപാട് നടത്താൻ സാധിക്കുന്ന ഒരു അക്കൗണ്ടാണ്. അതിലേക്കാണ് ഈ 5 ലക്ഷം മാറ്റിയത്. ഈ 5 ലക്ഷം പിന്നീട് പിൻവലിച്ച് പോയിട്ടുണ്ട്. അത് ഏരിയ സെക്രട്ടറിയാണ് പിൻവലിച്ച് പോകുന്നത്. അതിൽ ഏരിയ കമ്മിറ്റിയുടെ വരവ് ചെലവ് കണക്കിൽ ഈ അക്കൗണ്ടിൽ ഉള്ള മുഴുവൻ കാര്യങ്ങളും വരേണ്ടതാണ്. പക്ഷേ ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ട് അല്ല, വരവ് ചെലവ് കണക്കിൽ ഈ 5 ലക്ഷം വന്നിട്ടില്ല. ഈ 5 ലക്ഷം വരവ് വരികയോ ചെലവ് കാണിക്കുകയോ ചെയ്തിട്ടില്ല. അത് ഏരിയ സെക്രട്ടറിക്ക് വ്യക്തിപരമായി പിൻവലിച്ച് പോകാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ടാണ്. അങ്ങനെ പിൻവലിച്ച് പോയി. അപ്പോൾ ഈ 5 ലക്ഷം എന്തിനു വേണ്ടി ധനരാജ് ഫണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു? അതാണ് എൻ്റെ ചോദ്യം. ഇതിന് പുറമെ ഒരു 2 ലക്ഷം രൂപ ഒരു ചെലവ് കാണിച്ചിട്ടുണ്ട്. അതും ചെക്ക് മുഖേനയാണ്. അതെന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന ഡീറ്റെയിൽസ് അവരുടെ കണക്കിലില്ല. ആ 2 ലക്ഷം രൂപയുടെ ചെക്ക് പരിശോധിച്ചപ്പോൾ അത് ഏരിയ സെക്രട്ടറിയുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്കാണ്, ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കല്ല, ഏരിയ സെക്രട്ടറിയുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കാണ് ആ 2 ലക്ഷം രൂപ പോയത്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ പോയത്. ഈ 40 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമാക്കി മാറ്റിയത് ഞാൻ പറഞ്ഞുവല്ലോ. ആ 40 ലക്ഷത്തിൻ്റെ പലിശ സാധാരണഗതിയിൽ ഈ ധനരാജ് അക്കൗണ്ടിലേക്ക് വരവ് വരേണ്ടതാണ്. പക്ഷേ ആ പലിശ ധനരാജ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അതും വ്യക്തിപരമായ അക്കൗണ്ടിലേക്കാണ് ആ പലിശ മുഴുവൻ പോയിട്ടുള്ളത്. TI മധുസൂദനാണോ KP മധുസൂദനാണോ? അല്ല, KP മധുവിൻ്റെ അക്കൗണ്ടിലേക്കാണ് അത് പോയത്, ആ പലിശ പോയത്. അപ്പോൾ അത് സാധാരണഗതിയിൽ ധനരാജ് ഫണ്ടിൽ നിന്ന് ഒരു സ്ഥിര നിക്ഷേപമാക്കിയാൽ അതിൻ്റെ പലിശ ധനരാജ് അക്കൗണ്ടിലേക്ക് വരേണ്ടതല്ലേ?
അത് വരുന്നതിന് പകരം ഈ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് ഈ പലിശ പോകേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ആ നിലയിലാണ് അത്. ഒരു തെളിവ് മാത്രമേ ഞാൻ പുറത്തു വിട്ടിട്ടുള്ളൂ. 3 കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടും കാര്യങ്ങളുണ്ട്. അത് സന്ദർഭം വരുമ്പോൾ പുറത്ത് വിടും എന്നതാണ് ഇപ്പോഴുള്ള നിലപാട്. അതായത് ഈ 40 ലക്ഷം രൂപ ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് തുക TI മധുസൂദനും KP മധുവും അവർ ഓൺ ചെയ്യുന്ന അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളതാണോ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം വ്യക്തിഗത അക്കൗണ്ടിലേക്കാണോ മാറ്റിയത്? അല്ല, അത് സ്ഥിര നിക്ഷേപമാക്കി മാറ്റി. അത് എങ്ങനെയാണ് അവരുടെ അക്കൗണ്ട് മുഖേന? അത് അല്ല, ഇവർ രണ്ടുപേരുടെ കൂട്ടായ ജോയിൻ്റ് ആയിട്ട് തന്നെ FD ആക്കി മാറ്റി. അപ്പം അങ്ങനെ മാറ്റുമ്പോൾ അത് 5 ലക്ഷത്തിൻ്റെ 8 FD ആണ്. 4 FD ഒരു ബ്രാഞ്ചിലും 4 FD ഒരു ബ്രാഞ്ചിലും എന്ന നിലയിലാണ്. സാധാരണഗതിയിൽ ഈ സ്ഥിര നിക്ഷേപത്തിൻ്റെ കാലാവധി പൂർത്തിയായാൽ ഈ 40 ലക്ഷം രൂപയും ധനരാജ് അക്കൗണ്ടിലേക്കാണല്ലോ വരേണ്ടത്. അത് പൂർണ്ണമായും ധനരാജ് അക്കൗണ്ടിൽ വന്നിട്ടില്ല. 40 ലക്ഷവും തിരിച്ചു വന്നിട്ടില്ല. 40 ലക്ഷം അതിൽ കുറച്ച് വന്നിട്ടുണ്ട്, കുറച്ച് വന്നിട്ടില്ല. പലിശ തീരെ വന്നിട്ടില്ല. അപ്പോൾ അതാണ്. അപ്പോൾ അത് ഈ കൃത്രിമം നടന്നു, ധനാപഹരണം നടന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഇപ്പോൾ പുറത്തുവിട്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് പാർട്ടി വിശദീകരിക്കുന്നത് ഈ കോവിഡ് നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് പലതരത്തിൽ പണം പിൻവലിക്കുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഓരോ ഘട്ടം ഘട്ടമായി പല അക്കൗണ്ടുകളിലൂടെ പണം പിൻവലിക്കേണ്ടി വന്നത് എന്നുള്ളൊരു വിശദീകരണമാണ് പാർട്ടി നൽകുന്നത്. അല്ല, അത് ധനരാജ് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചാലും പാർട്ടി അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചാലും ഒരുപോലെ തന്നെയല്ലേ. ഇനി അത് വേണമെങ്കിൽ വാദത്തിന് അംഗീകരിക്കാം. ആ പിൻവലിച്ചാൽ അതിന് കണക്ക് വേണ്ടേ? എന്തിനു വേണ്ടി പിൻവലിച്ചു എന്നുള്ള കണക്ക് വേണ്ടേ? അപ്പോൾ കണക്കില്ലല്ലോ. പറയുന്ന പോലെ ഇവരുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടില്ല എന്ന് തന്നെയാണ് പാർട്ടി പറയുന്നത്. പോയിട്ടുണ്ട്. ഈ 2 ലക്ഷം രൂപ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കാണ് പോയത്. ഈ 40 ലക്ഷം FDയുടെ പലിശ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കാണ് പോയത്. പാർട്ടി അക്കൗണ്ടിലേക്ക് മാറ്റിയ സംഖ്യ വ്യക്തിപരമായി പിൻവലിച്ച് പോകാൻ പറ്റുന്ന അക്കൗണ്ടാണ്. അത് പിൻവലിച്ച് പോയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ KK രാഗേഷ് ഉൾപ്പെടെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്, ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. UDFൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ CPMനെ നന്നാക്കാൻ മെനക്കെടേണ്ടതില്ല എന്നൊക്കെയാണ്. UDFൻ്റെ സ്ഥാനാർത്ഥിയല്ല ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. പിന്നീടാണ് UDF എന്നെ പിന്തുണക്കുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുള്ളത്. അപ്പം അതല്ലാതെ UDFൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് വരുത്തി തീർക്കൽ അവരുടെ ആവശ്യമാണ്. കാരണം CPMനകത്ത് നിന്ന് വലിയ നിലയിൽ വോട്ട് എനിക്ക് ലഭിക്കും എന്ന ഒരു കാര്യം അവരുൾപ്പെടെ മനസ്സിലാക്കുന്നുണ്ട്. അതിനെ തടയാൻ എന്താണ് മാർഗം? കേരളത്തിലെ പാർട്ടി അണികളെന്ന് പറയുന്നത് കോൺഗ്രസ് വിരോധം ശക്തമായി മനസ്സിലുള്ള ഒരു വിഭാഗമാണ്. അപ്പോൾ അവരിൽ ഞാൻ കോൺഗ്രസ്സാണ്, കോൺഗ്രസുമായി ചേർന്നാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചാൽ അത്തരം ആളുകളെ മാറ്റിക്കാൻ സാധിക്കും എന്നാണ് അവർ കാണുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ അത് നടക്കില്ല എന്ന നിലയിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുഞ്ഞികൃഷ്ണൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും ഈ പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ പേരിൽ 5 ലക്ഷം രൂപ വന്നു എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ടല്ലോ, അതിപ്പോഴും വി കുഞ്ഞികൃഷ്ണൻ്റെ പേരിൽ തന്നെ തുടരുകയാണ്. അത് മാറ്റി നൽകാൻ പോലും വി കുഞ്ഞികൃഷ്ണൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് KK. അത് വി കുഞ്ഞികൃഷ്ണനല്ല മാറ്റി നൽകേണ്ടത്. അത് കാലാകാലങ്ങളിൽ മാറി വരുന്ന ഏരിയ സെക്രട്ടറിയുടെ പേര് ചേർക്കാൻ പാർട്ടി ഏരിയ കമ്മിറ്റിയാണ് ബാങ്കിന് നിർദ്ദേശം നൽകേണ്ടത്, കത്ത് നൽകേണ്ടത്. അതല്ലാതെ വി കുഞ്ഞികൃഷ്ണൻ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇപ്പോഴും അത് താങ്കൾ തന്നെ ഓൺ ചെയ്യാണ് എന്നുള്ള രീതിയിലാണ് KK രാഗേഷ് പറഞ്ഞിരിക്കുന്നത്. അത് ഇത് സംബന്ധിച്ചൊരു ധാരണയില്ലാത്ത ആൾ എന്നല്ലാതെ വേറെ എന്താ പറയാൻ പറ്റുക? ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ അതാത് കാലത്തുള്ള സെക്രട്ടറിയുടെ പേര് അതിലുണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. ആ സെക്രട്ടറിയുടെ സ്പെസിമെൻ സിഗ്നേച്ചർ ബാങ്കിൽ കൊടുക്കും. അവർക്ക് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയൂ. ഞാൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയതിന് ശേഷം ആ അക്കൗണ്ടിൽ നിന്നൊരു പണവും പിൻവലിച്ചിട്ടില്ലേ? പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് ആര് പിൻവലിച്ചു? ബാങ്കിൽ സെക്രട്ടറി മാറിയ വിവരം കൊടുക്കാതെ ആ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയില്ലല്ലോ. പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ദൈനംദിന ചെലവുകളെല്ലാം ആ അക്കൗണ്ട് വഴിയാണ് നിർവഹിക്കുന്നത്. അപ്പോൾ അത് പുതിയ ഏരിയ സെക്രട്ടറി നിർവഹിക്കുന്നുണ്ട്. പുതിയ ഏരിയ സെക്രട്ടറി അതിൽ നിന്ന് പണം പിൻവലിക്കുന്നുണ്ട്. പുതിയ ഏരിയ സെക്രട്ടറിയുടെ പേരിലേക്ക് അക്കൗണ്ട് മാറാതെ പുതിയ ഏരിയ സെക്രട്ടറിക്ക് പണം പിൻവലിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ബാലിശമായ വാദഗതികളാണ്, തെറ്റായ വാദഗതികളാണ് ജില്ലാ സെക്രട്ടറി അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്ന് P. സന്തോഷ് എങ്ങനെയാണ് പണം പിൻവലിക്കാൻ സാധിക്കുക?
അപ്പോൾ അത് ശരിയല്ലാത്ത കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നു എന്നത് മാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണം കെ രാഗേഷ് ഉയർത്തുന്നത് ഈ പാർട്ടിയിൽ കളവ് നടക്കുന്നു, പാർട്ടിയിൽ ഈ ഫണ്ട് തട്ടിപ്പ് നടക്കുന്നു, അതിൻ്റെ പേരിലാണ് വി കുഞ്ഞികൃഷ്ണൻ പുറത്തേക്ക് പോകുന്നത്. പക്ഷേ വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ പിന്തുണ തേടിയിരിക്കുന്നത്, അല്ലെങ്കിൽ വി കുഞ്ഞികൃഷ്ണന് പിന്തുണ നൽകുന്നത് UDF ആണ്. UDFൻ്റെ വയനാട് ദുരിതാശ്വാസ ഫണ്ടുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ടാണ് ഇപ്പോൾ പലതരത്തിലും വി കുഞ്ഞികൃഷ്ണൻ്റെ പ്രചരണ ബോർഡുകളായൊക്കെ പയ്യന്നൂരിൽ പല ഭാഗത്തും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ കെ രാഗേഷ് ഉയർത്തുന്നുണ്ട്. CPM രാജ്യത്ത് 4 ലോക്സഭാ മെമ്പർമാരുണ്ട്. ആകെ 4 മെമ്പർമാരാണ്. അതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 MP കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ജയിച്ച് പാർലമെൻറ്റ് മെമ്പർമാരായി പ്രവർത്തിക്കുന്നവരാണ്. രാജസ്ഥാനിൽ നിന്ന് ജയിച്ച ഒരാൾ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി, കോൺഗ്രസിൻ്റെ സീറ്റാണത്, അത് കൊടുത്ത് ജയിച്ച ആളാണ്. അപ്പോൾ അവിടെയൊന്നും കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങുന്നില്ലേ? എന്തിന് കോൺഗ്രസുമായി കേരളത്തിൽ സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലേ CPM? 80-ൽ AK ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസുമായി ചേർന്നുകൊണ്ടല്ലേ കേരളത്തിൽ മത്സരിച്ച് നായനാർ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നത്? കരുണാകരൻ കോൺഗ്രസുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി DIC രൂപീകരിച്ചപ്പോൾ ആ DICയുമായി ചേർന്ന് CPM പ്രവർത്തിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഈ കോൺഗ്രസ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ CPM? പശ്ചിമ ബംഗാളിൽ CPMും കോൺഗ്രസും ഒന്നിച്ചല്ലേ മത്സരിക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നതും. അതുകൊണ്ട് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിലുള്ള പ്രചരണം കൊണ്ടൊന്നും ഈ കാലത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം എല്ലാ കാര്യങ്ങളും ജനങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം CPMന് കോൺഗ്രസുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അവരുടെ വോട്ട് വാങ്ങാനും ഒരു പ്രയാസമില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന എനിക്ക് ആര് പിന്തുണ നൽകിയാലും വോട്ട് വാങ്ങുന്നതിന് എന്താ തടസ്സം? അതുകൊണ്ട് ബാലിശമായ വാദഗതികളാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത്. വയനാട് ഫണ്ട് തട്ടിപ്പ് നടത്തിയ ആളുകളുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫണ്ട് തട്ടിപ്പിനെതിരെ പ്രതികരണം നടത്താൻ വേണ്ടി കുഞ്ഞികൃഷ്ണൻ പുറപ്പെടുന്നത് എന്നുള്ളതാണ്. അല്ല, ഈ കാലത്ത് മാത്രമല്ലല്ലോ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഉയർന്നു വന്നിട്ടുള്ളത്. എല്ലാ കാലത്തും ഉണ്ടായിട്ടില്ലേ? അന്നൊക്കെ പിന്തുണ നേടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതത്ര മാത്രമേ പറയാനുള്ളൂ. എന്തായാലും എന്താണ് ഈ ഘട്ടത്തിലുള്ള ഒരു പ്രതീക്ഷ? പയ്യന്നൂരിൽ എങ്ങനെയാണ് ആളുകളുടെയൊക്കെ ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ? പയ്യന്നൂരിൽ നല്ല നിലയിൽ വിജയിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് LDFനകത്ത് നിന്ന് വലിയ നിലയിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അടിയൊഴുക്ക് ഉണ്ടാകുന്നത് തടയാനാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷേ അത് തടയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. പരസ്യമായി നേതാക്കളും അനുഭാവികളും പാർട്ടി പ്രവർത്തകരും ഒന്നും വലിയ രീതിയിൽ പിന്തുണ നൽകിയിട്ടില്ല എങ്കിലും രഹസ്യമായിട്ടുള്ള ഒരു വലിയ കുത്തൊഴുക്ക് കുഞ്ഞികൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഉണ്ട്. കാരണം പരസ്യപ്രവർത്തനം നടത്താൻ പലർക്കും സാധിക്കില്ല. CPM ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ആളുകളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഫാസിസ്റ്റ് രീതിയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുന്നു, അതുപോലെ തന്നെ ചുമരെഴുതാൻ സാധിക്കുന്നില്ല, ഓഫീസ് സൗകര്യമുണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം ഭീഷണിപ്പെടുത്തി തടയുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നിങ്ങൾ ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, വലിയ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ടാണ് LDF ഇപ്പോൾ പ്രചരണ പ്രവർത്തനങ്ങൾ. ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയാൽ വലിയ ഹോർഡിങ്സ് വളരെ കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പോസ്റ്ററായാലും ബോർഡായാലും വിപുലമായ തോതിലാണ് അടിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മളങ്ങനെയൊന്നുമില്ല, വളരെ ചുരുങ്ങിയ നിലയിൽ പോസ്റ്ററും ബോർഡും തയ്യാറാക്കി ഇപ്പോൾ പ്രചരണം ആരംഭിച്ചതേയുള്ളൂ. അതുപോലും നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് LDFൻ്റെ പ്രവർത്തകന്മാർ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് വി കുഞ്ഞികൃഷ്ണൻ പങ്കുവെക്കുന്നത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദമായ രീതിയിലുള്ള തെളിവുകളാണ് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പറയുന്നത് 40 ലക്ഷം രൂപ രക്തസാക്ഷി ഫണ്ടിൽ നിന്നും TI മധുസൂദൻ്റെയും അതുപോലെ തന്നെ അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന KP മധുവിൻ്റെയും ഒക്കെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും അതിൻ്റെ പലിശ പോലും തിരിച്ച് ഈ രക്തസാക്ഷി ഫണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള ആരോപണം ഉൾപ്പെടെ ഉയർത്തുന്നുണ്ട്. അത് തെളിവുകൾ സഹിതമാണ് പറയുന്നത് എന്നുള്ള കാര്യം കൂടി വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. വീഡിയോ
ജേർണലിസ്റ്റ് ലിമേഷ് ചെറുബേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.